ജമാഅത്തെ ഇസ്ലാമിയുടെ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ച് ബംഗ്ലാദേശ് സുപ്രീം കോടതി. രജിസ്ട്രേഷൻ റദ്ദാക്കി ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോഴാണ് പുനഃസ്ഥാപിച്ചത്. ജമാഅത്തെ ഇസ്ലാമി നേതാവിൻ്റെ വധശിക്ഷയും സുപ്രീം കോടതി റദ്ദാക്കി. 1971 വിമോചന യുദ്ധകാലത്ത് നടത്തിയ കുറ്റകൃത്യങ്ങളെ തുടർന്നായിരുന്നു ശിക്ഷ വിധിച്ചത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ജമാഅത്തെ ഇസ്ലാമിയുടെ അപ്രമാദിത്വമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉള്ളത്. യൂനുസ് സർക്കാരിനെ പോലും നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം ആണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ച് കൊടുത്തിരിക്കുന്നു. താമസിയാതെ ജമാഅത്തെ ഇസ്ലാമിയെ ബംഗ്ലാദേശ് പൂർണ്ണമായും ഏൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തുടക്കമായിട്ടല്ലേ ഇതിനെ കാണേണ്ടത്? അൽനബിയാർ, ഇക്കാര്യത്തിൽ രണ്ട് പ്രധാന വിഷയങ്ങളാണ് എടുത്തു പറയേണ്ടത്. സുപ്രീം കോടതി വിധിയും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും പരാമർശിക്കുന്നതോടൊപ്പം തന്നെ ഒരു രാജ്യം ഏത് രീതിയിൽ, അതായത് ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിൽ ആ രാജ്യം ഏത് ദിശയിൽ സഞ്ചരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ളൊരു അടിസ്ഥാനപരമായൊരു മാറ്റം കൂടി വന്നതിന് ദൃഷ്ടാന്തമായാണ് നമുക്കിതിനെ കാണേണ്ടത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ വാർത്തയുടെ വസ്തുത പരിശോധിക്കുമ്പോൾ സുപ്രീം കോടതി ഈ നിരോധനം നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. നിരോധനം നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് 2014 ഷെയ്ഖ് ഹസീനയാണ് ഈ നിരോധനം നടപ്പാക്കിയത്. ജമാഅത്തെ ഇസ്ലാമിക്കുള്ള നിരോധനം നടപ്പാക്കിയത് 1971 യുദ്ധകാലത്ത് പാകിസ്ഥാൻ ഇസ്ലാമാബാദ് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയും ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ നടന്ന കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ATM അസ്റുൽ ഇസ്ലാം എന്ന് പറയുന്ന നേതാവിനെ ശിക്ഷിക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരുന്നു. ഈ വധശിക്ഷയ്ക്ക് വിധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രാഷ്ട്രീയ പാർട്ടി രാജ്യവിരുദ്ധമായ നീക്കങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി 2014 നിരോധനം നടപ്പാക്കിയത്. ഈ നിരോധനം നടപ്പാക്കിയതിന് തൊട്ടു പിന്നാലെ ഇതിന് ശേഷം ഈ നടന്ന നിയമ നടപടികളുടെ ഭാഗമായി നിരോധനം നീക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കണമെന്ന ഒരു ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് വരികയായിരുന്നു. അതിന് കാരണമാകുന്നത് ഈ പറഞ്ഞ ATM അസ്റുൽ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തിയുടെ നേരെ ഉണ്ടായിരുന്ന ചാർജുകളൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല. അതിനെ കുറ്റവിമുക്തനാക്കുന്ന അല്ലെങ്കിൽ ആ വിധിയെ തന്നെ തള്ളിക്കളയുന്നൊരു നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതിൻ്റെ കാരണത്താൽ നിരോധിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗീകാരം പുനഃസ്ഥാപിക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വരികയുമായിരുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇസ്ലാമാബാദ് അനുകൂല നയം സ്വീകരിച്ച ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ അവരുടെ അംഗീകാരം പുനഃസ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിരോധനം റദ്ദാക്കിക്കൊണ്ടുള്ളൊരു നീക്കം രാജ്യത്ത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും 1971 ഭാരതത്തിൻ്റെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട രാജ്യം ചരിത്ര നിഷേധമാണ് നടത്തുന്നതെന്ന നിരവധിയായ പഴയ ബംഗ്ലാദേശ് സ്വദേശികളുടെ എല്ലാം തന്നെ നിലപാടുകൾ പുറത്തു വരുന്ന തസ്ലിമ നസ്ലിൻ ഉൾപ്പെടെ നിലപാടുകൾ പുറത്തു പറയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ആക്രമണത്തിന് ശിക്ഷ വിധിക്കപ്പെട്ട ആളുടെ രാജ്യദ്രോഹ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഒരു പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നു. അതേ രാജ്യദ്രോഹ പ്രവർത്തനമല്ല എന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയും സ്വാഭാവികമായും ആ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കുകയും ജമാഅത്തെ ഇസ്ലാമിയെ തുടർന്ന് പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകണമെന്ന നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷന് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും 1971 രാജ്യം നിയമനീതിന്യായ വ്യവസ്ഥയെ പോലും ജമാഅത്തെ ഇസ്ലാമി പൂർണ്ണമായും കയ്യിലെടുത്തിരിക്കുന്നു എന്നല്ലേ അനുമാനിക്കേണ്ടത്? തീർച്ചയായും രാഷ്ട്രീയ നിയമ സംവിധാനങ്ങളെ മുഴുവൻ തന്നെ ജമാഅത്തെ ഇസ്ലാമി ശക്തമായി നിയന്ത്രിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര കാലം പരിശോധിക്കപ്പെടാതിരുന്ന അല്ലെങ്കിൽ ഇത്ര കാലം നീണ്ടുപോയ ഒരു പ്രശ്നം അടിയന്തരമായി പരിഹരിക്കപ്പെടുന്ന രീതിയിലൊക്കെ ചില നിയമ നടപടികൾ ഉണ്ടാകുന്നത് ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടതുണ്ട്. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി അതിശക്തമായി പിടിമുറുക്കിയിട്ടുണ്ട് നിലവിലെ താൽക്കാലിക സർക്കാർ സംവിധാനത്തിൽ. അതുപോലെ തന്നെ സർക്കാരിൻ്റെ അഡ്വൈസറായ മുഹമ്മദ് യൂനുസിലും ശക്തമായ സ്വാധീനം ചെലുത്തുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഇസ്ലാമാബാദിനൊപ്പം അല്ലെങ്കിൽ പാകിസ്ഥാനൊപ്പം നിൽക്കുകയായിരുന്നു അന്ന് ജമാഅത്തെ ഇസ്ലാമി. ഇന്ന് വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ നയം തന്നെ ബംഗ്ലാദേശ് നടപ്പാക്കുകയും പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുകയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതുൾപ്പെടെ ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരമൊരു നിലപാട് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രവർത്തന സംവിധാനം തുടരുന്നതിനുള്ളൊരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിലൂടെ പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിൽ ആ രാജ്യം എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ച് ബംഗ്ലാദേശ് സുപ്രീം കോടതി. രജിസ്ട്രേഷൻ റദ്ദാക്കി ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോഴാണ് പുനഃസ്ഥാപിച്ചത്. ജമാഅത്തെ ഇസ്ലാമി നേതാവിൻ്റെ വധശിക്ഷയും സുപ്രീം കോടതി റദ്ദാക്കി. 1971 വിമോചന യുദ്ധകാലത്ത് നടത്തിയ കുറ്റകൃത്യങ്ങളെ തുടർന്നായിരുന്നു ശിക്ഷ വിധിച്ചത്. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.